ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കണ്ടതിലേറ്റവും നല്ലവനെ, ആയിരങ്ങളെക്കാൾ സുന്ദരനെ, കേട്ടതിലോ നല്ല സംഗീതമേ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, പാർക്കുവാൻ ഞാൻ വന്നിതാ. നിന്നെ കാണുവാൻ ഞാൻ വന്നിതാ, പാർക്കുവാൻ ഞാൻ വന്നിതാ. സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെ നോക്കിടൂ, നാഥനായി പാടുവാൻ പാട്ടിടൂ. സ്വർഗമേ പാടിടൂ, ഈണമേ നാഥനായി പാടും, ആയുസ്സുള്ള നാൾ വരെ നാഥനായി പാടും. ചേർന്ന് പാടാം. നാഥനായി പാടും, ഞാനും നാഥനായി പാടും, ആയുസ്സുള്ള ഒരിക്കലും കൂടി പാടാം. നാഥനായി പാടും. നിങ്ങൾ തന്നെ പാടാമോ? നാഥനായി പാടും. കരങ്ങളുയർത്തി ആരാധന
കടൽ പടർന്ന് മരുഭൂമി തണ്ടി സീനായി മലയുടെ അടിവാരത്തിൽ എത്തിച്ചു കൊണ്ട് നിർത്തിയിട്ട് പുറപ്പാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായത്തിൽ അവരോട് പറയും, നിങ്ങളെ ഞാൻ അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിച്ച് മോചിപ്പിച്ച് മരുഭൂമി കടത്തി മലയടിവാരത്തിൽ എത്തിച്ചത് നിങ്ങളെ ഒരു ആരാധനാജനം ആക്കുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനവും പുരോഹിത രാജ്യവുമാണെന്നും എന്നെ ആരാധിക്കുകയാണ് നിങ്ങളുടെ ജീവിത നിയോഗമെന്നും സീനായി മലയുടെ അടിവാരത്തിൽ വെച്ച് ജനത്തെ ബോധ്യപ്പെടുത്തിയ ദൈവം പിന്നീട് അവർക്ക് ആരാധനയ്ക്ക് കൽപ്പിച്ചു കൊടുത്തത് പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ചേർന്ന സമാഗമ കൂടാരം എന്ന ആരാധനാ കേന്ദ്രമായി. മരുഭൂമിയിലൂടെ യാത്ര അവസാനിച്ച് വാഗ്ദത്ത നാട്ടിൽ എത്തിയ ജനം ദാവീദിന്റെ കാലം കഴിഞ്ഞ് സോളമന്റെ കാലം എത്തുമ്പോഴേക്കും ദേവാലയം പണിത് 5 തരം ബലികൾ അർപ്പിച്ച് അനുദിനം ദൈവത്തെ ആരാധിച്ചു. അങ്ങനെ അർപ്പിച്ചുകൊണ്ടിരുന്ന ബലികളുടെ കൂട്ടത്തിൽ രാവിലെ 9 മണിക്കും ഉച്ച കഴിഞ്ഞ് 3 മണിക്കും യഹൂദൻ അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ബലിയുണ്ട്. ആ ബലിയെ വിളിച്ചിരുന്നത് സ്റ്റാൻഡിങ് സാക്രിഫൈസ് എന്നാണ്. ആ ബലിയെ സ്റ്റാൻഡിങ് സാക്രിഫൈസ് എന്ന് വിളിക്കാനുള്ള കാരണം, ഒരു കുഞ്ഞാടിനെ രാവിലെ 9 മണിക്കും ഉച്ച കഴിഞ്ഞ് 3 മണിക്കും ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടിനെ 9 മണിക്ക് ബലിയർപ്പിക്കാനുള്ള കുഞ്ഞാടിനെ 6 മുതൽ 9 വരെ ബലിപീഠത്തിന്റെ ചുവട്ടിൽ കെട്ടിയിടും ആട് അവിടെ നിൽക്കും. 3 മണിക്ക് അർപ്പിക്കാനുള്ള കുഞ്ഞാടിനെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ ബലിപീഠത്തിന്റെ ചുവട്ടിൽ കെട്ടിയിടും. ആ 3 മണിക്കൂർ ആട് അവിടെ നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ യഹൂദൻ കണ്ടാൽ ആ നിൽക്കുന്ന കുഞ്ഞാട് യഹൂദന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചിരുന്നത് മുടങ്ങാതെ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരുന്ന ആരാധനയാണ്. അതിനെ ഓർമ്മിപ്പിക്കാനാണ് വെളിപാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, 5-ാം അധ്യായത്തിൽ കാണുന്നത് കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടു. പഴയ നിയമത്തിൽ ആരംഭിച്ച ബലി ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാടിലെത്തുമ്പോഴും ആരാധന അവസാനിക്കുന്നില്ല എന്ന സൂചനയാണ് ഈ നിൽക്കുന്ന കുഞ്ഞാട് സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ബൈബിൾ ഒരു ചരടിൽ കോർത്തിണക്കിയാൽ അങ്ങനെ കോർത്തിണക്കാവുന്ന ചരടിന്റെ പേരാണ് ആരാധന. ആ ആരാധന എന്ന ഇതിവൃത്തത്തിന്മേലാണ് ബൈബിളിന്റെ കഥ പടുത്തുയർത്തപ്പെട്ടത്. അതുകൊണ്ട് ദൈവജനം ആരാധകരാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി വെണ്മയാക്കപ്പെട്ട ജനം ഒരു പുതിയ ഗാനം ആലപിച്ചെന്നും കുഞ്ഞാട് പോകുന്നിടത്തെല്ലാം അവരെ അനുഗമിച്ചെന്നും വെളിപാട് പുസ്തകം പറയുമ്പോൾ അത് പറയുന്നത് ആരാധനയെ കുറിച്ചാണ്. പുതിയ നിയമസഭയുടെ ആരാധനയുടെ മനോഹരമായ ബിംബങ്ങളിലൊന്നാണ് അത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ജനിച്ചത് ആരാധിക്കാനാണ്, ജീവിക്കുന്നത് ആരാധിക്കാനാണ്, മരിച്ചാലും അതിനുശേഷം ആരാധനയാണ്, നിത്യതയിലും തുടരുന്നത് ആരാധനയാണ്. ജീവിക്കുന്നതിന് മുൻപും ജീവിച്ചതിന് ശേഷവും മനുഷ്യനെ ഏതെങ്കിലും ഒരു നിലനിൽക്കുന്ന യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ബന്ധപ്പെടുത്താവുന്നത് ആരാധനയുമായി ബന്ധപ്പെടുത്തിയാണ്. അതുകൊണ്ട് ജീവിക്കുന്നത് ആരാധിക്കാനാണ്, ശ്വസിക്കുന്നത് ആരാധനയാണ്, ഭക്ഷിക്കുന്നത് ആരാധനയാണ്, പാടുന്നത് ആരാധനയാണ്, പ്രവർത്തിക്കുന്നത് ആരാധനയാണ്, യാത്ര ചെയ്യുന്നത് ആരാധനയാണ്, ജോലി ചെയ്യുന്നത് ആരാധനയാണ്, അധ്വാനിക്കുന്നത് ആരാധനയാണ്. ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ അവരെന്ത് ചെയ്താലും അതെല്ലാം ആരാധനയാണ്, ദൈവമഹത്വത്തിനായി ചെയ്യുന്ന ആരാധനകളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പറയാൻ വരുന്ന ആശയം ഇതാണ്: നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമേ ഉള്ളൂ, ജീവിക്കുന്നത് ആരാധിക്കാൻ വേണ്ടിയാണ്. ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു അവസരം തന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, ജീവിക്കുന്നത് ആരാധിക്കാൻ വേണ്ടിയാണ്. ഈ ആരാധനയുടെ ദൗത്യം, നിയോഗം നമ്മൾ കണ്ടെത്താൻ വേണ്ടി നമ്മളെ തിരിച്ചറിവിന് സഹായിക്കുന്ന ഒരു സന്ധ്യയായിട്ടാണ് ഈ സന്ധ്യ നമ്മൾ ക്രമീകരിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ ആരാധനയുടെ മണിക്കൂറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമ്മൾ തുടർച്ചയായി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ഇതിനിടയിൽ മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മൾ കൃതജ്ഞതാ ഗീതങ്ങളോട് ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവിന്റെ സജീവമായ സാന്നിധ്യം നമ്മുടെ ഇടയിൽ കടന്നുപോയി. പുറപ്പാട് 23-25 കർത്താവ് പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ചാൽ നിന്റെ ആഹാരവും പാനീയവും ഞാൻ ആശീർവദിക്കും, രോഗപീഠകളെ നിർമ്മാർജ്ജനം ചെയ്യും, വന്ധ്യതയോ ഗർഭഛിദ്രമോ ദേശത്തുണ്ടാവില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് തരും, നീ ചെന്നെത്തുന്ന ഇടത്തെല്ലാം നിന്റെ ശത്രുക്കൾ നിന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും. കർത്താവ് അരുളി ചെയ്ത വാഗ്ദാനമാണ്, നീ എന്നെ ആരാധിക്കുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, സാത്താൻ യേശുവിനോട് നീ എന്നെ കുമ്പിട്ട് ആരാധിക്കാന്ന് പറയുമ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ സേവിക്കാവൂ. ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. ആ നാമം യേശുവിന്റെ നാമമാണ്. ആ നാമത്തെ ഈ തലസ്ഥാന നഗരത്തിൽ നമ്മൾ ഉയർത്തുകയാണ്. ദൈവത്തെ ആരാധിക്കാത്ത, ദൈവത്തെ സ്നേഹിക്കാത്ത, ദൈവത്തെ വിശ്വസിക്കാത്ത, ദൈവത്തെ ആശ്രയിക്കാത്ത, ദൈവത്തിൽ ശരണം വെക്കാത്ത അനേക കോടി ജനതകളുടെ ആരാധനാരാഹിത്യത്തിന് പരിഹാരമായി നമ്മൾ ഈ 3-4 മണിക്കൂർ
തുടർച്ചയായി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. മനോഹരമായ ഈ ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രിയപ്പെട്ട വിനോജത്തിന്റെയും ചില ടീം അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഈ ആരാധനാ സന്ധ്യ മറക്കാനാവാത്ത, നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു രാത്രിയാക്കി മാറ്റാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.
കഴിഞ്ഞാൽ നമുക്ക് ആർക്കും കഴിയില്ല. വെള്ളമുള്ള വെള്ളം വക്കോളം നിറയ്ക്കാം. മനുഷ്യ പ്രയത്നത്തിന്റെ മാക്സിമം ആയിരിക്കും വക്കോളം. ഉള്ളത് പച്ചവെള്ളം, പക്ഷെ അത് വക്കോളം നിറയ്ക്കുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ കർത്താവ് അത് അനുഗ്രഹമാക്കാം. പുറത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സഖ്യയൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ച് ഏതെങ്കിലും ഒരു മരത്തിൽ കയറിയില്ല. നീ വരും വഴിയിലെ മാമരത്തിൽ കാണാൻ കൊതിച്ച് ഞാൻ കാത്തിരിക്കാം. ഈശോ ഒരിക്കലും കടന്നു പോകാത്ത ചില വഴികളുണ്ട്. അവിടെ നിന്നിട്ട് കാര്യമില്ല. അവൻ കടന്നു പോകുന്ന വഴിയിലേക്ക് മാറി നിൽക്കണം. അതൊരു അനുതാപത്തിന്റെ വഴിയായിരിക്കും, ക്ഷമയുടെ വഴിയായിരിക്കും, ഒരു വിശ്വാസത്തിന്റെ വഴിയായിരിക്കും. നമുക്ക് നമ്മുടെ വലതുകരം ഉയർത്തി പിടിക്കാം. ഈ രാത്രിയിൽ ഈശോ കടന്നു പോകുന്ന വഴിയിലേക്ക് മാറി നിൽക്കാൻ എൻ്റെ ചിന്തകളിൽ വരുത്തേണ്ട മാറ്റം ഉണ്ടെങ്കിൽ അത് സംഭവിക്കട്ടെ. എൻ്റെ ഇഷ്ടങ്ങളിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അത് സംഭവിക്കട്ടെ. ഈശോ, നീ കടന്നു പോകുന്ന വഴിയിലേക്ക് എനിക്ക് കടന്നു വരണം. നീ എന്നെ സുഖപ്പെടുത്തണം. സഖ്യയൂസിന്റെ വീട് ഒട്ടും പ്രിപ്പയർഡ് അല്ലാത്ത വീടാണ്. ക്ഷണിക്കാൻ പറ്റുന്ന കോലത്തിലായിരുന്നില്ലെങ്കിലും പറയണം, കർത്താവേ ഞാൻ നിന്നെ വിളിക്കുകയാണ്. എനിക്ക് ഒട്ടും പ്രിപ്പറേഷൻ ഇല്ലെങ്കിലും നീ വരണം. ഒരു മുൻവിധികളുമില്ലാതെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തുതിച്ച് ഹല്ലേലൂയ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈശോയെ കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ ഈശോ കണ്ടെത്തണം. അതായത് നമ്മൾ ഈശോയിലേക്ക് എത്തുകയല്ല, ഈശോ നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെ ആദ്യം പ്രവർത്തിക്കുന്നത് കർത്താവാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഒരു കൃപയുടെ വഴിയെ നടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് പൊതിഞ്ഞു പിടിച്ചതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതാണ് ആ പാട്ട് തന്നെ വല്ലാതെ ഞാനോട് പറയുന്നുണ്ട്. എന്നെ വല്ലാതെ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച് പലപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പലപ്പോഴും. പിന്നെ കൂട്ടത്തിലൊരച്ഛൻ മിക്കവാറും ഈ പാട്ട് പാടുകയും കേൾക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അപ്പോഴൊക്കെ ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം എൻ്റെ ഉള്ളിൽ പതിഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഈ നമ്മൾ കർത്താവിനെ തേടുന്നതിന് മുമ്പ് കർത്താവ് നമ്മളെ തേടിയിട്ടുണ്ട്. നമ്മൾ അവനെ തിരയുന്നതിന് മുമ്പ് അവൻ നമ്മളെ തിരഞ്ഞിട്ടുണ്ട്. നമ്മൾ അവനെ കാണുന്നതിന് മുമ്പ് അവൻ നമ്മളെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ പാട്ട് ഒന്നുകൂടി കേൾക്കണ്ടേ? കൂടെ പാടണ്ടേ? യേശുവേ നിന്നെ
Hallelujah, hallelujah, hallelujah.